വീഴ്ചകളുടെ വനം വകുപ്പ് തന്നെയാണ്. പലതവണ ഈ വിഷയം മീഡിയ എഡിറ്റേഴ്സ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വനം വകുപ്പാണ്, അതുകൊണ്ട് വനം വകുപ്പിന് ഒരു മനുഷ്യത്വത്തിന്റെ ആവശ്യമില്ല എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പൊതുവെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത്. അതൊരു മന്ത്രിയുടെ മാത്രം വീഴ്ചയാണ്, മന്ത്രിയുടെ മാത്രം കെടുകാര്യസ്ഥതയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. മൃഗങ്ങൾ ചാവുമ്പോഴും മൃഗങ്ങളാൽ കൊല്ലപ്പെടുമ്പോഴും രണ്ട് തരം സമീപനങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഈ വന്യമൃഗ ആക്രമണങ്ങളുടെ വാർത്തകൾ ഇല്ലാത്തൊരൊറ്റ ദിവസം പോലും പത്രം ഇറങ്ങുന്നില്ല, ചാനലുകളിൽ വാർത്ത വരാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നതാണ്. കടുവ മനുഷ്യ ശരീരം ഭക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രുചി അറിഞ്ഞ കടുവ ഇനിയും വരുമെന്നുള്ളൊരു സാഹചര്യം കൂടി അവിടെ നിൽക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. ശരീരത്തിൻ്റെ പുറം ഭാഗം അങ്ങനെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇനി പാലക്കാട് 3.5 വയസ്സുകാരി അവനിക കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ കട്ടിലേക്ക് പുലി വന്ന് ചാടി കയറുകയാണ്. എന്നിട്ട് പുലി തട്ടിയിടുന്നു കുട്ടിയെ. എന്നിട്ട് അവിടെ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്ന ആ നായ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അങ്കണവാടി ടീച്ചർ സമ്മാനിച്ച നായയാണ്. ആ നായ ആ ചെറിയ വീടിൻ്റെ പുറത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കടുവ വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് നായയെ രക്ഷിക്കാൻ വേണ്ടി അകത്ത് കെട്ടിയിട്ടത്. ആ നായയെ പിടിച്ചു കൊണ്ടുപോയി കട്ടിലിൽ നിന്ന് ഈ കുട്ടിയെ തട്ടിയിടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ടാർഗറ്റ്. പക്ഷേ ഇനി വന്നുകൂടാതില്ല. 3 കുട്ടികളാണ് അവിടെ, 3 ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആ വീടിൻ്റെ സംരക്ഷണം എങ്ങനെയാണ്? ആ ചുറ്റുവട്ടം എന്ന് പറയുന്നത് 2017 സൗരോർജ്ജ വേലി സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ സൗരോർജ്ജ വേലിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അത് പ്രശ്നത്തിലായി കിടക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇത് നോക്കുന്നു? ഈ വേലി കെട്ടിയെടുത്ത് തന്നെ ആ വേലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ വനം വകുപ്പ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ചെയ്തിട്ടില്ല. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ കണക്കാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ജനീഷ് കുമാറിൻ്റെ പ്രതികരണം, ജനീഷ് കുമാർ എടാ പോടാ എന്ന് വിളിച്ചതാണ് വലിയ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. അതിനാണ് വനം വകുപ്പ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജനീഷ് കുമാറിൻ്റെ പ്രതികരണമായാലും VS ജോയുടെ പ്രതികരണമായാലും അത് വൈകാരികമായ പ്രതികരണം, അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജനീഷ് കുമാറിനും അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. ഇന്നിപ്പോൾ KP ഉദയഭാനു പത്തനംതിട്ടയിൽ പ്രതികരിച്ചിരിക്കുന്നത് കതക് തുറന്നാൽ വീട്ടുമുറ്റത്ത് ആനയാണ്, വനപാലകർക്ക് കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണ് എന്നുള്ളതാണ്. അപ്പോൾ വനപാലകർക്ക് കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവം നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ അവിടെ പ്രതിക്കൂട്ടിലാകുന്നത് അവിടെയാണ്. ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമുയരുന്നു, വ്യാപകമായ പ്രതികരണങ്ങൾ വന്നു. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2016 മുതൽ 2025 കാലഘട്ടം നോക്കുമ്പോൾ 913 മരണങ്ങളാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ കാട്ടാന ആക്രമണത്തിൽ 195 മരണം, കാട്ടുപന്നി ആക്രമണത്തിൽ 54 മരണം, കടുവ ആക്രമണത്തിൽ 9 മരണം. ഇങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നഷ്ടപരിഹാര തുക കൂട്ടിയിട്ടുണ്ട്, 10 ലക്ഷം ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു 5 ലക്ഷം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ആണ്. അത് കൊടുക്കുന്നത് തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നൊരു ചോദ്യം നോക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ല. അത് കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പലർക്കും കിട്ടുന്നില്ല. വലിയ തോതിൽ ആ കണക്കുകൾ നോക്കുമ്പോൾ വളരെ കുറവ് ആളുകൾക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. 2016 ശേഷം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതിൽ 3611 പേർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്ന് വനം വകുപ്പിൻ്റെ തന്നെ കണക്കാണ്. നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോൾ കാട്ടിനകത്ത് മരിക്കുകയാണെങ്കിലും പുറത്ത് മരിക്കുകയാണെങ്കിലും 2 സമീപനമായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാട്ടിനകത്ത് മരിക്കുകയാണെങ്കിലും നഷ്ടപരിഹാരമുണ്ട് എന്ന് പറയുമ്പോഴും മന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താണ്? ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ ആദ്യം മന്ത്രി പറയുന്നത് കാട്ടിനകത്ത് വെച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രിക്ക് മരണങ്ങളോട് ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് VS ജോയ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും നിർവികാരമായി ഈ സംഭവവികാസങ്ങൾ, ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാണെന്നുള്ള, ഒരു മന്ത്രിയുടെ മാത്രം വീഴ്ചയല്ല, സർക്കാരിൻ്റെ തന്നെ സമീപനത്തിൻ്റെ വിഷയമായി മാറുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സമീപനം എടുക്കണമെന്നുള്ളതൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗങ്ങൾ പെരുകുമ്പോൾ അവയെ കൊല്ലാം, ഭക്ഷിക്കാൻ കഴിയുന്ന മൃഗങ്ങളെ ഭക്ഷിക്കാം എന്ന രൂപത്തിലൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലൊക്കെ ആ പഠനങ്ങളിലൊക്കെ എന്ത് തീരുമാനമുണ്ടാകുന്നു? ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വേട്ടയാടലിലൊക്കെ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഏതൊക്കെ മൃഗങ്ങളെ വേട്ടയാടാമെന്ന്. അപ്പോൾ അതിൻ്റെ എണ്ണം പെരുകുന്ന നിയന്ത്രിക്കാനുള്ള കൃത്യമായ സമീപനങ്ങളും രീതിയുമുണ്ട്. കാട് കുറയുന്നു എന്നുള്ള പ്രശ്നം നിൽക്കുന്നു. കാട് എങ്ങനെയാണ് കുറയുന്നത്? ഇപ്പോൾ കാട് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം? അത് ശാസ്ത്രീയമായിട്ടാണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ നടുന്ന ഒരു സമീപനം, അത് സർക്കാരിന് ആരോ പഠന റിപ്പോർട്ട് നൽകി കൊന്ന വ്യാപകമായി കാടുകളിൽ വെക്കുകയാണ്. കൊന്ന അങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെ സ്വാഭാവികമായ മറ്റ് മരങ്ങൾ ഇല്ലാതാകുന്നു. മറ്റ് മരങ്ങളിൽ കൊന്നയെല്ലാം അവിടുത്തെ വന്യമൃഗങ്ങൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ
ആ ചെടി അവർക്ക് ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ മറ്റ് അവരുടെ സ്വാഭാവികമായ ഭക്ഷ്യയോഗ്യമായ ചെടികൾ ഇല്ലാതാകുന്നു കൊന്ന വളരുമ്പോൾ എന്നുള്ള വിഷയം. അപ്പോൾ ഇത് ആരുടെ പഠനമാണ്? ഇതെന്താണ്? സർക്കാർ എത്രത്തോളം ശാസ്ത്രീയമായി ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ നടപ്പാക്കുന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ കൊന്നയൊക്കെ നമ്മൾ മുൻപുണ്ടായ സംഭവങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഓരോ തവണയും ഓരോ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾ വന്ന് മനുഷ്യനെ ഭക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ എത്രത്തോളം നടപടിയെടുക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജനീഷ് കുമാറിനെതിരെ ഫോറസ്റ്റ് ആർഒ അസോസിയേഷന് പോസ്റ്റ് ഇടാൻ കഴിയുകയും ആ പോസ്റ്റിന്മേൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പറയാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനർത്ഥം ഭരണാധികാരികൾക്ക് അതിനോടുള്ള സമീപനം തന്നെയാണ് ഇവിടെ സഭയെടുക്കുന്ന സമീപനം. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനോടും ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളൊരു സൂചനകളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തുന്ന ജനപ്രതിനിധികളോട് എന്ത് സമീപനമാണ് എടുക്കുന്നത്? നേരത്തെ പി വി അൻവർ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാനെടുത്ത ഒരു നടപടിയുണ്ടല്ലോ. എത്രത്തോളം നാടകീയമായിട്ടായിരുന്നു അറസ്റ്റും വീടിന് മുന്നിൽ പോലീസ് കൂട്ടം വന്ന് നിൽക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി വേടൻ്റെ കേസ്, നേരത്തെ ശ്രീ ആൻഡോ പറഞ്ഞ പോലെ വേടൻ്റെ കേസിൽ എത്ര വേഗത്തിലാണ് ഒരു പുലിപ്പല്ല് കണ്ടപ്പോഴേക്കും കാണിച്ചൊരു വേഗം, അത് മറ്റു പ്രമുഖർക്കും പുലിപ്പല്ലിൻ്റെ മാലയുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നാക്കം പോയ സാഹചര്യം ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ സമീപനം മാറ്റിയില്ലെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വീഴ്ചകളുടെ വനംവകുപ്പ് എന്ന ചോദ്യത്തിൽ വീഴ്ചകളുടെ വനംവകുപ്പ് എന്നുള്ളതല്ല, വീഴ്ചകളുടെ സർക്കാർ എന്ന രൂപത്തിൽ വേണം അതിനെ കാണാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.